മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ CC എക്സ്ട്രീം വണ്ടി. നമ്മളത് സർവീസിന് കഴിഞ്ഞിട്ടോ, ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് ബ്രേക്ക്, എയർ ഫിൽറ്റർ, പ്ലഗ്, അതുപോലെ ടച്ച് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്ക് തീരെ ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ കുറവായിരുന്നു ബ്രേക്ക്. അത് ബ്രേക്ക് ഷൂൻ്റെ കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ആ ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റിയിട്ടുണ്ട് വരും. ബാക്കിൽ ബ്രേക്ക് ഷൂ മാറ്റിയിട്ട് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ബ്രേക്ക് ഷൂ ഒന്ന് മാറ്റിയിട്ടത് റീസെറ്റ് ആക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ചെയിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചെയിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിലും ഗ്രീസൊക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണം. വേറെ കുഴപ്പത്തിനും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ്, നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നല്ല ഫിൽറ്ററാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ എയർ ഫിൽറ്ററും പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. രണ്ടും പുതിയ പാർട്സാണ് കിടക്കുന്നത്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിന് ഈ ക്ലച്ചിൻ്റെ കേബിൾ നല്ല രീതിയിൽ ടൈറ്റാണ്. അപ്പോൾ ആ ക്ലച്ചിൻ്റെ കേബിളൊന്ന് മാറ്റിയിടേണ്ടി വരും. അതിൻ്റെ ഔട്ടറാണ് നല്ല രീതിയിൽ ടൈറ്റാണ്. അപ്പോൾ ആ ക്ലച്ചിൻ്റെ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ഡിസ്കിൻ്റെ പാഡ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ബ്രാക്കറ്റ് എല്ലാം കൂടി അത് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഡിസ്ക് പാഡായാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ ലെവലും കാണുമ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ കറക്റ്റ് ഓയിൽ ചേഞ്ച് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിന് കളർ വ്യത്യാസമൊന്നും കാണിക്കില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓയിൽ മാറ്റിയിട്ട് ഒരു 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റുന്നതായിരിക്കും നല്ലത്. ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. അതുപോലെ അതിൻ്റെ ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ആമറോണിൻ്റെ 5-ൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററിയുടെ ആ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.95 വോൾട്ടൊക്കെ കാണിക്കില്ല. അത് ടെസ്റ്റിലേക്ക് കൊടുക്കും. ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി കഴിയുമ്പോൾ അറിയാതെ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ബാറ്ററിക്ക്. ഓക്കെ. അതേപോലെ ബാക്കിൽ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നില്ല, ഇട്ടടുത്തൊരു ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. അതൊന്നും ബൾബൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാൻ മതി.